നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള തക്കാളി ചോറാണ് കേട്ടോ ഇന്ന് ലഞ്ചിന് കൊടുത്തുവിട്ടിരിക്കുന്നത്. തക്കാളി ചോറിന് വേണ്ടിയിട്ട് ഒരു ചീനച്ചട്ടി അടപ്പത്ത് വെച്ച് എണ്ണ ചൂടായപ്പോഴേക്കും അതിലേക്ക് കടുക് ഇട്ട് കൊടുത്തു. കടുക് പൊട്ടിക്കഴിഞ്ഞപ്പോഴേക്കും 2-3 കഷ്ണം പട്ട ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു നല്ല മണത്തിന് വേണ്ടിയിട്ടും ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ടുമാണേ. പിന്നെ ഞാൻ ചേർത്ത് കൊടുത്തത് വെളുത്തുള്ളിയാണ്. ഒരു 4 വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞതായിരുന്നു. പിന്നെ ചുവന്നുള്ളിയാണ്. ഒരു 4-5 ചുവന്നുള്ളി ആവശ്യത്തിനനുസരിച്ച് ചേർക്കാം. പിന്നെ ഒരു പകുതി സവാള ചെറുതായി അരിഞ്ഞത് ചേർത്തിട്ടുണ്ട്. ഒരു 2 പച്ചമുളകും കൂടി ചേർത്തിട്ടുണ്ട് കേട്ടോ. ഇതെല്ലാം നല്ലപോലെ വഴണ്ട് വരുമ്പോഴേക്കും ബ്രൗൺ കളറൊന്നും ആവണമെന്നില്ല, പച്ചമുളകൊക്കെ മാറി നന്നായിട്ട് വഴണ്ട് വരുമ്പോഴേക്കും അതിലേക്ക് 1 സ്പൂൺ മല്ലിപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. അത് ടേബിൾ സ്പൂൺ ആവാം, ടീസ്പൂൺ ആവാം, ഓരോരുത്തരുടെ ടേസ്റ്റിനനുസരിച്ച്. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, പിന്നെ 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടി. അത്രയും ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച ശേഷം ഒന്ന് വാടി വരുമ്പോഴേക്കും ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ശേഷം നല്ലപോലെ ഇളക്കി യോജിപ്പിച്ച് നമുക്ക് ചട്ടി അടച്ചു വെച്ച് വേവിക്കാം. ഈ തക്കാളി നല്ലപോലെ നമ്മൾ ഇളക്കുമ്പോൾ തന്നെ അതിങ്ങനെ അലുത്ത് വരണം. ആ ഒരു രീതിയിൽ വെന്ത് വരുമ്പോഴേക്കും അല്പം കായപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. താല്പര്യമുള്ള ആൾക്കാർ ചേർത്താൽ മതി, അല്ലെങ്കിൽ ചേർക്കണമെന്നില്ല. ചേർത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, ചേർത്ത് കുറച്ചുകൂടി ടേസ്റ്റ് കിട്ടും. പിന്നെ ഞാനത് ചേർത്തിരിക്കുന്ന സ്പൂണിൻ്റെ അളവിലല്ല, കായപ്പൊടി നമ്മൾ ചെറിയ ടിന്നിൽ വാങ്ങിക്കൂലേ അതിൻ്റെ മൂടിയുടെ അളവിലാണ് കേട്ടോ. ഒരു മൂടിയാണ് ഞാൻ ഇട്ട് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇതെല്ലാം കൂടി നന്നായിട്ട് യോജിപ്പിച്ച് ആ തക്കാളിയുടെ വെള്ളം ഇറങ്ങി വരുമല്ലോ, ആ ഒരു പാകത്തിന് എത്തുമ്പോഴേക്കും നമുക്ക് റൈസ് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പം ഉപ്പ് പോരാത്തത് നോക്കിയിട്ട് ഉപ്പ് വേണമെങ്കിൽ ആ സമയത്ത് നമുക്ക് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. റൈസ് ചേർക്കുന്നതിന് മുമ്പ് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നതാണ് കേട്ടോ. ഉപ്പിൻ്റെ പാകം കറക്റ്റ് ആക്കുന്നതാണ് നല്ലത്. നമുക്ക് തക്കാളി ചോറ് തയ്യാറാക്കുന്നതിനായിട്ട് ബിരിയാണി അരി തന്നെ വേണമെന്നില്ല, റേഷനരി ആയാലും കുഴപ്പമൊന്നുമില്ല. ഞാൻ റേഷനരി വെച്ചിട്ടാണ് കേട്ടോ ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. 1.25 കപ്പാണ് ഞാൻ റേഷനരി എടുത്തിരിക്കുന്നത്. അരി ഞാൻ ആദ്യമേ തന്നെ വേവിച്ച് ചോറ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്, വെള്ളമൊന്നും ഇല്ലാതെ നല്ല ഡ്രൈ ആയിട്ട്. പിന്നെ നമ്മൾ സാധാരണ ചോറുണ്ടെന്ന ആ ഒരു വേവല്ല, ഒരു ഇത്തിരി വേവ് കുറച്ചിട്ടുണ്ട് എടുക്കാനായിട്ട്. ചോറ് ചേർത്ത ശേഷം എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യുക. അതിനുശേഷം ഒരു 2-3 കതിര് മല്ലിയില കൂടി അരിഞ്ഞ് ചേർക്കണം കേട്ടോ. അപ്പോൾ ഇതിന് കോമ്പിനേഷനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് പപ്പടവും മാങ്ങാച്ചാറുമാണ്. അതിപ്പോൾ നാരങ്ങാച്ചാറായാലും കുഴപ്പമില്ല, നല്ലതായിരിക്കും. പിന്നെ ഒരു കാര്യം പറയാൻ വിട്ടുപോയി, റൈസ് ചെയ്തപ്പം ചോറ് ചേർക്കുന്നതിന് മുന്നേ ആയിട്ട് ഞാനൊരു അര സ്പൂണല്ല, ഒരു 3/4 ടീസ്പൂണോളം പഞ്ചസാര ചേർത്തായിരുന്നു കേട്ടോ. അതിൻ്റെ പുളിപ്പും എരിവും എല്ലാം ഒന്ന് പാകമാകാൻ വേണ്ടിയിട്ടാണ്. താല്പര്യമുള്ളവർ ചേർത്താൽ മതി. പിന്നെ നല്ല എരിവ് താല്പര്യമുള്ള ആൾക്കാർക്ക് കാശ്മീരി ചില്ലി പൗഡറിന് പകരം സാധാരണ ചില്ലി പൗഡർ ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ലഞ്ച് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുണ്ടാവുമെന്ന് കരുതുന്നു. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.